ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി ഒരു വീഡിയോ അപ്ലോഡൊക്കെ ചെയ്തിട്ട് ബേസിക്കലി കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ എന്തായാലും ഓണം വെക്കേഷന് വീട്ടിൽ വന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഐ എം സോ ഹാപ്പി, കാരണം എൻ്റെ നീറ്റ് വീഡിയോസ് കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് മനസ്സിലായി. കുറേ നല്ല നല്ല കമൻസ് ഉണ്ട്, കുറേ അവരുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻസിലൂടെ കണ്ടു. അതിലുള്ള കുറച്ച് കൺസേൺ ആണ്, ഐ മീൻ കുറച്ച് കാര്യങ്ങളാണ് അവർ ചോദിച്ചത്. ലൈക്ക് സബ്ജക്റ്റ്, നമ്മളൊരു സബ്ജക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ. സോ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ ഐ വിൽ ടെൽ അബൌട്ട് ഹൗ ടു അപ്രോച്ച് ടു ഈച്ച് സബ്ജക്റ്റ്. അപ്പം പിന്നെ മാത്രമല്ല, ഞാൻ മൂന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ വിൽ ബി സോ ലെങ്തി. അപ്പം ഒരു എപ്പിസോഡായിട്ട് 3 എപ്പിസോഡായിട്ട് ഐ വിൽ അപ്ലോഡ്. അപ്പം ഫസ്റ്റ് തന്നെ ഐ വിൽ ടോക്ക് അബൌട്ട് ഫിസിക്സ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പുതിയ ടൈപ്പ് ഓഫ് വീഡിയോസും പുതിയ നീറ്റിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ MBBS ലൈഫ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഐ വിൽ അപ്ലോഡ്. സോ കണ്ടിന്യൂ വാച്ച്. അപ്പോൾ ഫിസിക്സിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ നമ്മൾ 3 സബ്ജക്റ്റ് ആണല്ലോ നമുക്ക് നീറ്റിനുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഈ 3 വെച്ച് നോക്കുമ്പം ഒരു 75 to 80% ആൾക്കാർക്കും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. മേ ബി ബിക്കോസ് അതിന് കുറേ ലൈക്ക് ബൈ ഹാർട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ. വി ഹാവ് ടു യൂസ് അവർ തിങ്കിങ്, വി ഹാവ് ടു യൂസ് എ ബ്രെയിൻ. കുറച്ചും കൂടി പ്രോബ്ലംസും മാത്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും എല്ലാവർക്കും അത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. സോ അത് അങ്ങനെ തന്നെയാണ്. യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക. കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ അത് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടത്തോടെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ട്രിക്കി ആയിട്ട് നമുക്ക് ഫിസിക്സ് ക്വസ്റ്റ്യൻസും ഫിസിക്സ് എങ്ങനെ പഠിക്കാമെന്ന് ഐ വിൽ ടെൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അക്സെപ്റ്റ് ദാറ്റ് നമുക്ക് 45 ക്വസ്റ്റ്യൻസ് തന്നെ 45 minutes ആണ് ഐ മീൻ ലൈക്ക് 1 minute ആണ് ഈച്ച് ക്വസ്റ്റ്യന് അലോട്ട് ചെയ്തത്. ചില ക്വസ്റ്റ്യൻസ് 2 minutes എടുക്കണം. സോ ഞാനൊക്കെ ചെയ്തെന്താ വെച്ചാൽ ഫസ്റ്റ് ബയോളജി, പിന്നെ കെമിസ്ട്രി, ലാസ്റ്റാണ് ഫിസിക്സ് ചെയ്യുക. സോ എൻ്റെ ബൈ ഹാർട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മെയിൻ ചെയ്യും. അതിന് 1 minute ഒന്നും ഒരു പെർ ക്വസ്റ്റ്യൻ ആവശ്യം വരില്ല. സോ ഐ വിൽ സേവ് മൈ ടൈം ദർ. അപ്പം ആ ടൈം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഫിസിക്സ് ഏരിയയിലേക്ക് യൂട്ടിലൈസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്സ് ഭയങ്കര സ്ട്രോങ് ആണ്, ഇതിന് കുറേ ടൈം എടുക്കില്ല എന്ന് അത്രക്കും ഷുവറുള്ള ആൾക്കാർ മാത്രം ഫസ്റ്റ് മുതലേ തുടങ്ങിയാൽ മതി. അല്ലാണ്ട് ഒരു ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ആണ് തുടങ്ങാറ്. അങ്ങനെ ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾക്കത് നല്ലതാണെങ്കിലോ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം സേവ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഫിസിക്സ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ഓരോ കാര്യങ്ങളും, ഓരോ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ മിയർലി തിയറി ബൈ ഹാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബൈ ഹാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് പറ്റില്ല, ഫിസിക്സിന് പറ്റില്ല. ബിക്കോസ് ഓക്കെ, കെമിസ്ട്രി ഐ അക്സെപ്റ്റ് കുറച്ചും കൂടി നമ്മൾ തിങ്ക് ചെയ്യാനുള്ളതുണ്ട്. ബട്ട് ബയോളജി എല്ലാം ഡയറക്റ്റ് ആണല്ലോ. ബട്ട് ഫിസിക്സിന് കോൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കണം. കാരണം തിയറി എവിടെയും ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, മേ ബി ഒരു 45 ക്വസ്റ്റ്യനിലൊരു 3 questions 5 questions ഒക്കെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായി. അല്ലാണ്ട് ബാക്കി എല്ലാം പ്രോബ്ലംസ് ആണ്. സോ കോൺസെപ്റ്റിൽ നിങ്ങൾ ഭയങ്കര എന്താ പറയുക, അത്രക്കും ഷുവർ ആയിരിക്കണം ഈച്ച് കോൺസെപ്റ്റിനെ കുറിച്ചിട്ട്. സോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇഫ് യു ആർ ആൻ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ക്ലാസ് കേട്ടാലേ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. ഒറ്റയ്ക്ക് പഠിക്കുന്നവരാണെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലാക്കുക. വെറുതെ വായിച്ച് വിടാണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഞാൻ കുറച്ച് പേര് ചോദിക്കുന്ന കേട്ടു, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണോ എന്നൊക്കെ. ഞാൻ പറയുന്നത്, നമ്മളൊരിക്കലും ഒരു ബയോളജി വായിക്കുന്ന പോലെ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ഞാൻ പറയില്ല. കാരണം നമുക്ക് ഐഡിയ മാത്രം അവിടുന്ന് വേണ്ടു, വേറെ ഒരു സാധനം നമുക്ക് അവിടുന്ന് വേണ്ട. നമുക്ക് അതേ സെൻറ്റൻസ് ഒരിക്കലും ഫിസിക്സിൽ ചോദിക്കൂല. റെയറസ്റ്റ് ആയിട്ട് ചിലപ്പോൾ 1 or 2 ചോദിച്ചാലായി, ബട്ട് മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ ചോദിക്കില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഈവൻ ദാറ്റ് ക്യാൻ ബി ആൻസർഡ്.
സോ പിന്നെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കുക, എന്താണ് ഈ ഉദ്ദേശിച്ചത്. ബിക്കോസ് നിങ്ങൾ വിചാരിക്കേണ്ട അടുത്തിരിക്കുന്ന കുട്ടിക്ക് അയ്യോ ഞാൻ അങ്ങനെ ചോദിച്ചാൽ അടുത്തിരിക്കുന്ന കുട്ടി എന്താ വിചാരിക്കുക. നോ, അവിടെ നിങ്ങളെ മാത്രം ആലോചിച്ചാൽ മതി. അറ്റ് ദ എൻഡ് നിങ്ങൾക്കാണ് അവിടെ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവേണ്ടത്. അപ്പുറത്തുള്ള കുട്ടി ഇപ്പുറത്തുള്ള കുട്ടിയൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, എനിക്കിത് മനസ്സിലായില്ല, ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ്, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു. യു ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആകും. ഓക്കെ, അപ്പം അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഒരു കോൺസെപ്റ്റ് ഒരു ബേസ് നമ്മൾ ക്ലിയർ ആക്കി സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നീറ്റിന് എല്ലാ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യണം. പക്ഷെ നമ്മളൊരു ബയോളജി കെമിസ്ട്രി ഒക്കെ ചെയ്യുന്നതിലും ഒരു ഡബിൾ എഫേർട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഇപ്പം നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്ന് ചെയ്തിനെങ്കിൽ മേക്ക് ഇറ്റ് 40 ഫോർ ഫിസിക്സ്. കാരണം ഫിസിക്സിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഇക്വേഷൻ ആയിരിക്കും, ആ ഇക്വേഷൻ നമുക്ക് പല രീതിക്ക് ചോദിക്കാൻ പറ്റും. പല ക്വസ്റ്റ്യൻസ് ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന പോലെ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ഓൺ ഡൂയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഡു നോട്ട് ഓവർലോഡ്. കാരണം കുറേ പേര് ഞാൻ കണ്ടിട്ടുള്ള, എനിക്കറിയുന്ന കുറേ പേര് ഒരു ബുക്ക് പഠിക്കുന്നു, അടുത്ത ബുക്ക് പഠിക്കുന്നു, ഇതാക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളിപ്പം ഒരു കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്ന ഒരു കുട്ടി, നിങ്ങൾക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്ക് പക്ക ചെയ്യാൻ നോക്കുക. അത് ചെയ്തിട്ട് മുന്നോട്ട് പോകരുത്. അത് ചെയ്ത് ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്തു, ഇനി അത് വേണ്ട, അത് കഴിഞ്ഞല്ലോ, ഇനി യൂസ് ചെയ്യണ്ട, ഇനി അത് നോക്കണ്ട, അങ്ങനെയല്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യും. ചിലപ്പം വാല്യൂസ് മാറ്റിയിട്ടായിരിക്കും അടുത്ത് നമുക്ക് എക്സാമിന് വരിക. ചിലപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താ, ഓരോ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെമ്മറി ഉണ്ടാകും. ലൈക്ക് മെമ്മറി ഒരിക്കലും വൺസ് ചെയ്തുകൊണ്ടോ വൺസ് ശരിയായതുകൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ക്വസ്റ്റ്യൻസ് എല്ലാവരും മിസ്റ്റേക്ക് ഉണ്ടാക്കും, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ അത് തിരിച്ച് വന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഓക്കെ ഇങ്ങനെയാണ് സൊല്യൂഷൻ, ഇങ്ങനെ ചെയ്തു എന്നിട്ട് വന്ന് ചെയ്യണം. ഒന്നും കൂടിയും ആ സൊല്യൂഷൻ മാറ്റി വെച്ച് ഒന്നും കൂടിയും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ സൊല്യൂഷൻ മനസ്സിലായോ ഇല്ലയോ. അല്ലാണ്ട് ക്വസ്റ്റ്യൻ കണ്ടു കുറേ ചെയ്തു കിട്ടുന്നില്ല, അപ്പോൾ വേഗം ബാക്ക് സൈഡിൽ നോക്കി സൊല്യൂഷൻ കാണിച്ചോ ഇങ്ങനെയാണോ, ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അതല്ല, you have to keep on doing the same questions until you become a pro in that. അതിൽ നിങ്ങൾ ഏറ്റവും നല്ലോണം പ്രോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രക്കും കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കണം നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടത്. സോ അടുത്തത് ഇസ് ദ ഇക്വേഷൻ ബുക്ക്. ഞാൻ എൻ്റെ നീറ്റ് ജേണി പറയാൻ തുടങ്ങിയ അന്ന് മുതൽ പറയുന്നതാണ്, നിങ്ങളൊരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കൂ. സോ ഞാൻ അത്രക്കും സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് ഈ ഇക്വേഷൻ ബുക്കിനെ കുറിച്ച്. കാരണം നിങ്ങൾക്കത് ഉണ്ടാക്കി അതിനോട് യൂസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് മനസ്സിലാകും. ഞാൻ എൻ്റെ നീറ്റിന് ചെയ്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നതാണ് ഈ ഇക്വേഷൻ ബുക്കിനെ കുറിച്ച്. സോ നിങ്ങൾ വെറുതെ ഇക്വേഷൻസ് ഒരു ബുക്ക് എടുത്തു എഴുതുന്നതിലല്ല ഇക്വേഷൻ ബുക്ക്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇക്വേഷൻ ബുക്ക് അങ്ങനെയല്ല. നമ്മളൊരു ഇക്വേഷൻ കിട്ടി, ആ ഇക്വേഷൻ എഴുതുമ്പം അതിൻ്റെ ഹെഡിങ് എന്താ, ഈ ഇക്വേഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പം 2 മാസസ് തമ്മിലുള്ള അങ്ങനെ കുറച്ച് സൈഡിൽ നമ്മൾ നോട്ട് എഴുതി വെക്കുക. ചെറുതായിട്ട് മതി, കുറേ ഒരു പേജ് മൊത്തം എടുത്ത് അങ്ങനെ എഴുതണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം താഴെ എഴുതണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളത് പ്രോബ്ലം അതിൽ എഴുതണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ വർക്കൗട്ട് ചെയ്യാം. പക്ഷെ അതിൻ്റെ നേരെ ആ ഒരു ഇക്വേഷൻ്റെ നേരെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തിനാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ എലമെൻറ്റ്സ് തരുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ വേരിയബിൾസ് വരുമ്പോഴാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് സൈഡിൽ നമ്മളൊരു ബോക്സിലോ അല്ലെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. അപ്പം നിങ്ങൾ ഒരു പ്രശ്നം ഇങ്ങനെയാണ്, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പോൾ നമുക്ക് ഓർമ്മ വരും 2 മാസസ് അങ്ങനെയെല്ലാം പറയുമ്പം നമുക്ക് ആ വിഷ്വലി നമുക്ക് ഇക്വേഷൻ ഓർമ്മ വരും. സോ എല്ലാവരും ഡു മേക്ക് ആൻ ഇക്വേഷൻ ബുക്ക്. പിന്നെ
ഞാൻ ഒന്നും കൂടി പറഞ്ഞ കാര്യം തന്നെയാണ് മിസ്റ്റേക്സ് നിങ്ങൾ ഉണ്ടാക്കും. ഇറ്റ്സ് വെരി കോമൺ. അത് നിങ്ങൾ വിചാരിക്കാൻ അയ്യോ എനിക്ക് എത്ര ചെയ്തിട്ടും കിട്ടുന്നില്ല, എല്ലാത്തും കുഴപ്പമൊന്നുമില്ല, എല്ലാണ്ട് ചെയ്യുമ്പോൾ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എക്സാമിന് ചെയ്യുമ്പോൾ തെറ്റിപ്പോന്നു അല്ലെങ്കിൽ തെറ്റിപ്പോയി ഞാൻ ഇതായി, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമാണ് അയ്യോ തെറ്റി, അയ്യോ ഷുഡ് ബി സ്റ്റോപ്ഡ്. എനിക്കറിയാം പറയാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം എന്നോടിപ്പോൾ അങ്ങനെ ഒരാൾ പറയുമ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അന്നേരം അങ്ങനെയൊക്കെയാണ് വരുമെന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങളോട് തന്നെ പറയാം, ഞാൻ ഇനി ഈ അയ്യോ പറച്ചിൽ കുറച്ച് കുറക്കണം. ഇങ്ങനെ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു ഇനിയിപ്പോൾ കണ്ടു, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വന്നത്? മേ ബി ഞാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനെ കണ്ടുകൊണ്ടാണോ, ഇനി ഇങ്ങനെ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണോ, ഈ ഏരിയ ഞാൻ കവർ ചെയ്യാത്തതുകൊണ്ട്, അങ്ങനെ നമുക്ക് അതിൻ്റെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളെ മിസ്റ്റേക്സ് നമ്മൾ മാറ്റിയെടുക്കാം. പിന്നെ എക്സാം നടന്നു, ഒരു ക്വസ്റ്റ്യൻ തെറ്റി, അതപ്പോൾ നമ്മൾ വേഗം വരും ഒരു സൊല്യൂഷൻ നോക്കുന്നു, ഇങ്ങനെയായിരുന്നു അല്ലേ. അങ്ങനെയല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സാം നടന്ന് തെറ്റിയ ക്വസ്റ്റ്യൻസ് എഴുതാനും ഒരു ബുക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ ടൈം വെറുതെ പോവില്ലേന്ന്. ഒരിക്കലുമില്ല. യു ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം. ലിറ്ററലി പറയുന്നതാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8 ഇൻക്ലൂഡിങ് വിത്തൗട്ട് മോഡൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു 6-8 months ഉണ്ടാകും. നിങ്ങൾക്കത് മതി, ധാരാളമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വീക്കിലി എക്സാംസും കാര്യങ്ങളും വന്ന് ഒരു ബുക്കിൽ എഴുതി വെക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതാം, എന്താ തെറ്റി, അതിൻ്റെ സൊല്യൂഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ പിന്നെ നിങ്ങളൊരു എക്സാമിന് മുന്നേ, ആ ഒരു ടോപ്പിക്കിലുള്ള എക്സാം വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ പോലും ചിലപ്പോൾ അത് നല്ലതായിരിക്കും. പിന്നെ ഫിസിക്സ് ഞാൻ വായിച്ച് പോയാലെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും വായിച്ച് പഠിക്കരുത് കേട്ടോ. നിങ്ങൾ ചെയ്ത് ആ ടൈമാണ് മാറ്റർ ചെയ്യുന്നത്. നിങ്ങൾ 180 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 200 minutes ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പ്രാക്ടീസ് കൊണ്ടേ നിങ്ങൾക്കത് പറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ വായിച്ചു, പക്ഷെ അവിടെ വരുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും. സോ കീപ്പ് ഓൺ ഡൂയിങ്. ഒരു ബണ്ടിൽ ഓഫ് A4 ഷീറ്റോ അല്ല ന്യൂസ് പ്രിൻ്റോ വാങ്ങിച്ചു വെച്ചോ, എന്നിട്ട് ഡെയിലി ഇത്ര ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് വരാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യനെ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരു ഫിസിക്സ് ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറേ ആൻസേഴ്സ് ഉണ്ടാക്കും. ആ ഒരു ഓപ്ഷൻസിലാണ് എന്തായാലും ഒരു ആൻസർ ഉള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വിത്തൗട്ട് ഡൂയിങ് നിങ്ങൾക്കത് കിട്ടുമെന്ന് നോക്കണം. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താലേ അത് വരുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതായിരിക്കും ക്വസ്റ്റ്യൻ, ആൻസർ നിങ്ങൾക്ക് ഷുവർ ആയിരിക്കും. കുറേ അങ്ങനത്തെ പ്രോബ്ലംസ് വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റുന്നത്, വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളാണ്, കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഓപ്ഷൻസിന്ന് ഒരിക്കലും ഓപ്ഷൻ ആകൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, റൂൾ ഔട്ട് ചെയ്ത് കളയാം. ലൈക്ക് എന്തായാലും ഓപ്ഷൻ സി അല്ല, അതെന്തായാലും ഷുവറാണ്, ഒരിക്കലും താഴെ ഈ വേരിയബിൾ വരില്ല, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ ഒരിക്കലും ഈ വേരിയബിൾ വരില്ല, അല്ലെങ്കിൽ അബോവ് p² ഒരിക്കലും വരില്ല. അങ്ങനെ നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും, ഒരിക്കലും ഇങ്ങനെ വരില്ല. അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ നിങ്ങൾ റൂൾ ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ വേരിയബിൾ എഴുതുക. അത് എഴുതി അല്ലെങ്കിൽ അതിൻ്റെ മേലെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഇതാണ് മാസിൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടൈം സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതി ഇങ്ങനെ കുറേ നോക്കേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ ഫുൾ ക്വസ്റ്റ്യൻ പിന്നെയും വായിക്കേണ്ടി വരും. ഒരു വട്ടം ക്വസ്റ്റ്യൻ വായിക്കുക, അന്നേരം തന്നെ മാസ് ഇത്രയാണ്, എനർജി കൈനറ്റിക് എനർജി ഇത്രയാണ്, പൊട്ടൻഷ്യൽ എനർജി ഇത്രയാണ്, അല്ലെങ്കിൽ റേഡിയസ് ഇത്രയാണ്, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ വേഗം മാർക്ക് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഇത്രയും വേരിയബിൾ ഉണ്ട്, അപ്പോൾ ഏത് ഇക്വേഷൻ ആകാനാണ് ചാൻസ് കൂടുതൽ, ആ സാധനം നിങ്ങൾക്ക് വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിക്കും ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാത്സ് നല്ല സ്ട്രോങ് ആക്കാം. ഒരിക്കലും കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾ
പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആൻസർ കണ്ടുപിടിക്കരുത്. കാരണം നിങ്ങളെ പിന്നെയും അത് സ്ലോ ആക്കുകയേ ചെയ്യുള്ളൂ. നമ്മൾ ഈ അറ്റോമിക് ഹാബിറ്റ്സ് ഒക്കെ ബുക്ക് വായിച്ച ആൾക്കാരെ അറിയാം, ഓരോ ഗുഡ് ഹാബിറ്റ് നിങ്ങളെ 1% ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. നേരെ മറിച്ച് ഒരു ബാഡ് ഹാബിറ്റ് എന്ത് ചെയ്യും, നിങ്ങളെ പിന്നെയും ഡീഗ്രേഡ് ചെയ്യാം. സോ നിങ്ങൾ ഒരു വട്ടം കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിനിന് അത്രയും വർക്കിംഗ് കപ്പാസിറ്റി കുറയും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ചെയ്യുക. സിമ്പിൾ മാത്സ് ആയിരിക്കും. ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ഡിവൈഡഡ് ബൈ വലിയ നമ്പർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാം നിങ്ങൾക്ക് കട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും മിക്ക മാത്സും സിമ്പിൾ മാത്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരിക്കലും നിങ്ങൾക്ക് ഇത്ര ഒരു ഡിവൈഡ് ബൈ 8, 9, 3 അങ്ങനെ വലിയ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത ന്യൂമറിക്കൽസ് വളരെ കുറവായിരിക്കും മാത്സിനൊക്കെ. മാത്സിന് പ്രോബ്ലംസ് ആയിട്ട് വരിക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ഓൺ പ്രാക്ടീസിങ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാത്സിൽ നിങ്ങൾ ഒരിക്കലും ടൈം സ്പെൻഡ് ചെയ്യരുത്. അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരു പ്രാക്ടീസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എത്തിക്കണം. കുറച്ച് ഐ നോ കുറച്ച് ഡിഫിക്കൾട്ടാണ്. പെട്ടെന്നൊരു ഡേ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ എക്സ്പേർട്ട് ആവാൻ പറ്റില്ല. പക്ഷെ അത് പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഡേ ചെയ്ത പോലെ ആയിരിക്കില്ല 11th ഡേ or 10th ഡേ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ ഫസ്റ്റ് ഡേനേക്കാൾ എത്രയോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് കാൽക്കുലേറ്റർ ചെയ്യുക. മാത്സ് സ്ട്രോങ് ആക്കുക. ബേസിക് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, പിന്നെ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും. എനിക്ക് തോന്നുന്നു ഫിസിക്സിൽ കുറച്ചും കൂടിയും ആവശ്യമുള്ളൊരു സാധനമാണ് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും. പിന്നെ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻസ് വന്നത്, ചിലപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും, ഇൻ്റഗ്രേഷന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷന് ശേഷമായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുറച്ചും കൂടിയും ഇങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുക, ഈ സാധനം ഇതാക്കി ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നിങ്ങളൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാം, കുറേ ആൾക്കാർ സംഭവിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ സ്വന്തം ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു റൂമിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടും. നേരെ മറിച്ച് ഒരു എക്സാം എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരിക്കലും വേഗം ആൻസറിലേക്ക് എത്തുന്നില്ല. അറിയുന്ന സാധനമായിരിക്കും, സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാം കഴിഞ്ഞ് വന്ന് എഴുതുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇതെന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടായിരിക്കും പഠിക്കുന്നത്. ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഭയങ്കര ഇങ്ങനെ സ്ട്രെസ്സായിട്ട് പഠിക്കണം, അങ്ങനെയല്ല. നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് എക്സാംസ് നടത്തുക. ഇത്ര ടൈം കൊടുക്കുക, ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്ന രീതിയിൽ ടൈം സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇത്ര സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ടൈമിൽ ചെയ്യും. ഒരു എക്സാമിന് നിങ്ങൾ എങ്ങനെ ചെയ്യും, ഒരു OMR ഷീറ്റ് എടുക്കുക, OMR ഷീറ്റ് പ്രിൻ്റ് ഔട്ട്സ് എടുക്കുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ് OMR കറക്റ്റ് ഓപ്ഷന് നേരെ ബ്ലാക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലും നിങ്ങൾ എന്താവും, സ്ട്രെസ്ഡ് ആയിരിക്കും, തെറ്റിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു എക്സാം നടത്താൻ അത്രയ്ക്ക് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം വെക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോണും കാര്യങ്ങളും മാറ്റിയൊക്കെ ഒരു ടൈം പീസിൽ ഇത്ര ടൈം 1 hour അല്ല 45 minutes സെറ്റ് ചെയ്യുക. ഒരു 45 questions എടുക്കുക, നിങ്ങളത് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താവണം, ബെസ്റ്റ് ആവണം. അപ്പം നാളെ ആ ഒരു സിറ്റുവേഷൻ വന്നാലും എനിക്ക് കുഴപ്പമില്ല, മൈ തിയറി, മൈ കോൺസെപ്റ്റ്, ആ ഒരു സിറ്റുവേഷൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ പ്രോ ഇൻ ദാറ്റ് എന്നൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി കുറേ പേർക്ക് ഇവിടെ നിന്ന് നല്ല മാർക്ക് കിട്ടും. ഈ ഒരു പ്രശ്നം മാർക്ക് കിട്ടാത്ത നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കോൺസെപ്റ്റ് ഭയങ്കരമാണ്, എല്ലാം അറിയാം, എല്ലാ ആൻസർ ഇതൊക്കെ ആയിരിക്കും എന്നറിയാം. പക്ഷെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്തതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും, ഈ ഒരു കാര്യമായിരിക്കും. പിന്നെ പറയണം എന്നുള്ളൊരു കാര്യമാണ്, നിങ്ങൾ പേടിച്ചിട്ട് ഒരിക്കലും എക്സാം അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത്. മാർക്ക് ഇത് നിങ്ങൾ ഫൈനൽ എക്സാം അല്ലല്ലോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ എക്സാംസും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുക. ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ല എൻ്റെ മാർക്ക് കുറയും, അല്ലെങ്കിൽ അവൾക്കെല്ലാം നല്ല മാർക്കല്ലോ, അവനക്ക് മാർക്ക് ഉണ്ടാവും, അവർ നല്ലോണം പഠിച്ചു, അതൊന്നും ഇവിടെ മാറ്റർ അല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യുക, ആ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുക. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു നീറ്റിന്, അത് ചിലപ്പം നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും ആയിരിക്കില്ല. നീറ്റിൻ്റെ ഡേ, ആ ഒരു ഡേ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ വിചാരിക്കും പോലെ അത്ര ചിലപ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കില്ല, ചിലപ്പോൾ നല്ല ഡിഫിക്കൽട്ടും ആയിരിക്കില്ല, ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ചീത്തയായിരിക്കും. പക്ഷേ ഏതൊരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ പേപ്പറിലും നിങ്ങൾ OMR ഷീറ്റിലും നിങ്ങൾ അവിടെ ആൻസർ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്.
ആ സാധനം നിങ്ങൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം. നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും എക്സാമിന് പോകുന്നത്, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫസ്റ്റ് നീറ്റിന് ഞാൻ ഒന്ന് ലൈക്ക് ഫസ്റ്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാണ്ട് നമ്മൾ ട്രൈ ചെയ്യാൻ എന്താണ് നീറ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചാൻസ് വെറുതെ പോയി എഴുതി നോക്കിയിരുന്നു. അന്ന് ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു സ്ട്രെസ്സും കാര്യങ്ങളും ഇല്ല. അവിടെ ടീച്ചേഴ്സൊക്കെ ചിലപ്പം കുറച്ച് ഹറിബറിയെല്ലാം കാണിച്ചാൽ പോലും എനിക്കത് പ്രശ്നമില്ല. എൻ്റെ അടുക്ക് വന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എനിവേ ഞാൻ അന്ന് പ്രിപ്പയർഡ് അല്ല. ബട്ട് ദ എക്സാം വിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാൻ പോയ എക്സാമിൽ അവിടുത്തെ ഫാക്കൽറ്റി കുറച്ചൊന്നും ഇടങ്ങാറാക്കി. ലൈക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്ന് സൈൻ ചെയ്യാതെ സ്ഥിരം കാര്യമാണ്, കുറേ പേർക്ക് ടൈം പോയ കാര്യമാണ്. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാകാം. ചിലവർക്ക് അത്രക്കും നല്ലതായിരിക്കും, ചിലവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളും കൂടി നിങ്ങളുടെ എക്സാമിനെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാനാണ് നിങ്ങൾ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, സോ എനിക്കറിയില്ല ഇത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. ചെറിയ ചെറിയ ചേഞ്ചസ് ആയിരിക്കും, മൈന്യൂട്ട് ചേഞ്ചസ് ആയിരിക്കും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാകാം. സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക, എന്തായിരിക്കും എൻ്റെ മിസ്റ്റേക്ക്. ഒരു ദിവസം ഒരു 1 സ്റ്റെപ്പെങ്കിലും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റുമെന്നൊരു തോന്നലുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കുക. ഫിസിക്സ് ഇസ് വെരി സിമ്പിൾ. ഇഫ് യു ആ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ഇതിലേക്ക് ഞാൻ പറയട്ടെ, എനിക്ക് പേഴ്സണലി പറയുന്നത്, എനിക്ക് ടഫ് കെമിസ്ട്രി ആയിരുന്നു. ബയോ ഫിസിക്സും കമ്പയർ ചെയ്യുമ്പം എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. കാരണം ഐ കീപ്പ് ഓൺ ഡൂയിങ് ക്വസ്റ്റ്യൻസ്. ഞാൻ കെമിസ്ട്രീനേക്കാളും കൂടുതൽ ഫിസിക്സ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് മാർക്ക് നോക്കുമ്പം എൻ്റെ ഇപ്പം റിപ്പീറ്റ് ചെയ്തിട്ട് എൻ്റെ നീറ്റ് മാർക്ക് നോക്കുമ്പം എൻ്റെ ഫിസിക്സ് നല്ല മാർക്കാണ്. ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് മാർക്സ്. ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ നിങ്ങളുടെ ഫിസിക്സൊക്കെ നിങ്ങൾക്ക് അത്രക്കും സിമ്പിളായിട്ട് മാറും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, യു ഹാവ് ടൈം. നിങ്ങളിന്ന് ടൈം ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വെറുതെ ഒരു ടൈം അനാവശ്യമായിട്ട് കളയരുത്. ഓക്കെ, നിങ്ങൾ റെസ്റ്റ് എടുക്കുക, ഒക്കെ ചെയ്യുക. പക്ഷേ വെറുതെ എന്തായാലും നിങ്ങൾ 1 ഇയർ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 1 ഇയർ നിങ്ങൾ അതിനൊരു എഫേർട്ട് എടുക്കുന്നു. നിങ്ങൾ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, പാസ്റ്റിന് എങ്ങനെയൊക്കെ ഇത്രയൊന്നും പഠിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെ പാസ്റ്റ് അവിടെ വെക്കൂ. നിങ്ങൾ ഫോർവേഡ് ചെയ്യും. മെല്ലെ ബാക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താ മെല്ലെ എന്താ വെച്ചാൽ മേക്കപ്പ് ചെയ്ത് വരിക. അല്ലാണ്ട് അയ്യോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, ഇത്രയും പഠിച്ചിട്ടില്ല, അവരൊക്കെ അത്രയും പഠിച്ചു, അതൊന്നും ഇവിടെ മാറ്റർ അല്ല. നിങ്ങളെ മാറ്റർ ചെയ്യുക. നിങ്ങൾ ഇത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, സോ അതിനുള്ള നിങ്ങളുടെ 100% എഫേർട്ട് ഇട്ട് കൊടുക്കുക. ബാക്കി എക്സാമും ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കറക്റ്റ് ചെയ്താൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ടോ, സുഖമായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് ഭയങ്കര സംഭവം എന്നൊന്നും വിചാരിക്കണം. നീറ്റ് എഴുതി നിങ്ങൾ പാസ് ഔട്ടായിട്ട് MBBS ചേരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇത്രയും എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും അത്രക്കും വലിയ കാര്യമൊന്നുമല്ല. അതൊരു ചെറിയൊരു മലയാണ്, ഒരു ചെറിയൊരു കുന്നാണ്, ഒരു വലിയ മൗണ്ട് എവറസ്റ്റിലേക്കുള്ള ഒരു കുന്ന് മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതും നിങ്ങളെ കൊണ്ട് പറ്റും. ഈവൻ MBBS പോലും നിങ്ങൾക്ക് പറ്റും. പക്ഷേ നിങ്ങളെന്താ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറാം. നിങ്ങളിപ്പം തന്നെ ഒരു ഡോക്ടറായി എന്നുള്ളൊരു ഓക്കെ ഞാനൊരു ഡോക്ടറാണ്, അപ്പം ഞാനത് ചെയ്യും എന്നൊരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാക്കാം. സോ അടുത്ത കെമിസ്ട്രി ബയോളജി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വാല്യുവബിൾ ആയിട്ടുള്ള കമൻസും കാര്യങ്ങളും താഴെ പറയാം, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും താഴെ പറയാം. നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ID യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഈവൻ കമൻസിലാണെങ്കിൽ കൂടി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.